എനിക്ക് പേഴ്സണലി ഈ മാസ് എൻ്റർടൈനേഴ്സ് നല്ല ഇഷ്ടമാണ്. നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് എൻഗേജ് ഇരുത്താൻ പറ്റുമെങ്കിൽ അത് മാത്രം മതി. ടിപ്പിക്കലി കണ്ട് മടുത്ത കഥയാണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം കുറച്ച് എരിവും പുളിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഇഷ്ടമല്ല. ഈ കുറേ വട്ടം കണ്ട അച്ഛൻ മകൻ റിവഞ്ച് പടം കണ്ട് മടുത്ത ആളാണെങ്കിൽ ദേവൻ എന്ന പടം പ്ലീസ് സ്കിപ്പ് ചെയ്യുക. അവർക്കുള്ളതല്ല ഈ സിനിമ, അല്ലാത്തവർക്ക് ഉള്ളതല്ല ഈ സിനിമ. വലിയ ഗുണമുള്ള സിനിമ തന്നെയാണിത്. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാം, സെക്കൻഡ് ഹാഫ് എന്തോ ഒട്ടും കൺവിൻസിങ് ആകാത്ത സെക്കൻഡ് ഹാഫ് തന്നെയായിരുന്നു സിനിമയുടെ. ഇനി എന്തൊക്കെ കണ്ടിരിക്കാൻ പറ്റും എന്ന് പറയാം. അനിരുദ്ധിൻ്റെ മ്യൂസിക് പൊളിച്ചിട്ടുണ്ട്. അത്രയും കിഡിലൻ വർക്ക് തന്നെയാണ് അനിരുദ്ധ് ഈ പടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ അനിരുദ്ധിൻ്റെ മ്യൂസിക്കിന് വേണ്ടി നമ്മൾ ഈ സിനിമ മൊത്തത്തിലിരുന്ന് കാണും. അത്രയും ഇമ്പാക്റ്റ് ഇതിൽ കുറേ സീൻസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു മ്യൂസിക്. ഫൈറ്റ് സീക്വൻസ് കൊള്ളായിരുന്നു. ഭൂമിയിലെയാണ്, കടലിലല്ല. കടലിലെ ഓരോ ആക്ഷൻ സീക്വൻസസും മറ്റ് സൂര്യ എന്ന സിനിമയുടെ വിജയുടെ എൻട്രിയൊക്കെ നമുക്ക് ഓർമ്മ വരും. അത്രയും ദുരന്തമായിരുന്നു ഇതിലെ കടലിലെ ആക്ഷൻ സീക്വൻസസ്. ബാക്കിയെല്ലാം വെൽ എക്സിക്യൂട്ടഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കൊരട്ടല ശിവ ആണ് ഡയറക്ടർ. ആൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ഭരതന്നേനു എന്ന സിനിമയുടെ ഡയറക്ടറാണ്. എത്ര വട്ടം റിപ്പീറ്റീവായി കണ്ട സിനിമയായിരുന്നു ശ്രീമന്തടും മിർച്ചി. ഇതൊക്കെ ചുമ്മാ കിടിലൻ പടങ്ങളാണ്. പക്ഷേ ആചാര്യ എന്ന സിനിമ മുതൽ ആളുടെ വർക്ക്സൊക്കെ എന്തോ പിഴവ് പറ്റിയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഏതായാലും ആചാര്യ എന്ന സിനിമയാണ് കുറച്ചുകൂടെ സ്ലൈറ്റ്ലി ഫാർ ബെറ്റർ തന്നെയാണ് ദേവര. റൈറ്റിങ്ങും കൊരട്ടല ശിവ തന്നെയാണ്. അത്യാവശ്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെ കാണാൻ പറ്റും. പക്ഷെ എന്നാലും ഹൈ മൊമെൻറ്റ്സ് ആണെങ്കിലും ഇതിലെ ഇമോഷണൽ സീൻസ് ആണെങ്കിലും എല്ലാം നമുക്കൊരു റൈറ്റിങ്ങിൻ്റെ ഒരു ഡെപ്ത് കുറവാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. പിന്നെ നല്ല രീതിയിൽ പ്രഡിക്റ്റബിൾ ആണ് ഈ സിനിമ. ഒരു ആംബീഷ്യസ് പ്രൊജക്റ്റ് ആയേനെ ഈ സിനിമ. പക്ഷേ ഇതിലെ ആവറേജ് ഡയറക്ഷനും എഡിറ്റിങ്ങും സെറ്റ് ഡിസൈനും VFXും എല്ലാം ഇതിനെ ബാക്കിലോട്ട് വലിക്കുകയാണ് ചെയ്തത്. സ്റ്റോറിനെ പറ്റി പറയുകയാണെങ്കിലും ഒരു 3G ബാഹുബലി എന്ന പോലെ തോന്നിയുള്ളൂ. വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്നൊരു ബാഹുബലി. പെർഫോമൻസസും ഒട്ടും അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷനും തന്നില്ല, ഒരു ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്തിട്ട് തോന്നിയില്ല. എസ്പെഷ്യലി ജാൻവി കപൂറും എന്തിനാണ് ഈ റോൾ എടുത്തത്? പുഷ്പയിൽ രശ്മിക ചെയ്തു വെച്ച പോലൊരു വേറൊരു ചീഞ്ഞ റോള്. ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ ഇത്രയും വേഴ്സ്റ്റ് ആൻഡ് ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. ബോളിവുഡിൽ അറ്റ്ലീസ്റ്റ് ജാൻവി കപൂർ ട്രൈ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ ഒരു അബദ്ധം ചെയ്യരുത്. ഡബ്ബിംഗ് ആണെങ്കിലും കുറേ അടുത്തൊരു പോരായ്മ ഫീൽ ചെയ്തു. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു മൊത്തത്തിലൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കിന് വേണ്ടി മാത്രമാണ്. ദേവര 2 വരുന്നുണ്ട്. എന്താണോ സംഭവിക്കാൻ പോണേ.